ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാസ്ലോവിൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾക്ക് മനുഷ്യന്മാർ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു ഹയറാർക്കി പോലെ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തു നമ്മുടെ മാസ്ലോ. അതാണ് ഇതിൻ്റെ മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പേര് വന്നത്. ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ മാസ്ലോസ് ഹയറാർക്കിയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് അമൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മാസ്ലോസ് ഹയറാർക്കി നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സാണ്, അതായത് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഈ ഫുഡ്, ബ്രീത്തിങ്, നല്ല വെള്ളം, ക്ലോത്ത്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. ഇവിടെ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവണം, നല്ലൊരു ജോലി കിട്ടണം. പിന്നെ നമ്മൾ യുദ്ധങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കണം, അതായത് സേഫായിട്ട് ജീവിക്കാൻ പറ്റൊരു അറ്റ്മോസ്ഫിയർ. അതാണ് ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൊണ്ട് മാസ്ലോ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ഇവിടെ നമ്മൾക്ക് ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ തേർഡ് വണ്ണിൽ വരിക. ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് എല്ലാവരുടെ അടുത്തും സന്തോഷമായിട്ടിരിക്കാനൊക്കെ ഒരു ഫീൽ വരുമല്ലോ, എല്ലാവരും കൂടെ വേണമെന്നൊക്കെ തോന്നുന്നത്. അതാണ് ഈ മാസ്ലോ ഈ ലവ് ആൻഡ് ബിലോങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ നാലാമത്തെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഈ സെൽഫ് എസ്റ്റീമിന് നമ്മൾ മലയാളം മീനിങ് എടുക്കുകയാണെങ്കിൽ ലൈക്ക് ആദര സംബന്ധമായ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ബാക്കിയുള്ളവൻ്റെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടണം, കുറച്ചും കൂടി അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയുള്ളതുകൊണ്ട് നമ്മളെ ബഹുമാനിക്കണം, സമൂഹത്തിൽ നല്ലൊരു വിലയുണ്ടാവണം, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സ്റ്റേജാണ് ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത്. ഈ സ്റ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്ത് കാണിക്കുക. അതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ് കൊണ്ട് മാസ്ലോ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഫുട്ബോളിൽ ലയണൽ മെസ്സി നമുക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ടൈം എന്ന് പറയാം. അതാണ് പുള്ളിയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല നേടാനായിട്ട്. കാരണം അത് മെസ്സിൻ്റെ ഏറ്റവും ബെസ്റ്റാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും നേടാനായിട്ടില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റേജിലെത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡാൻസ് അറിയാത്ത ഒരാളാണ്. അങ്ങനെ നിങ്ങൾ ഡാൻസ് പഠിക്കാൻ പോയിട്ട് നല്ലോണം ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങളുടെ ബെസ്റ്റായി നിങ്ങൾ കൊണ്ടുവന്നു. മൈക്കിൾ ജാക്സനെ പോലെ കളിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ബെസ്റ്റായിട്ട് നിങ്ങളത് പുറത്ത് കൊണ്ടുവന്നാൽ നമ്മൾക്കതിനെ സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ ബെസ്റ്റാണ് അത് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മാസ്ലോ പറഞ്ഞു വെച്ച ഈ 5 കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തത് വരുള്ളൂ എന്നൊന്നുമില്ല. ഇത് വേണമെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരാം, അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് കണ്ടായിരിക്കും ലവ് ആൻഡ് ബിലോങ്ങിങ്സ് വരാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഇത് സംഭവിക്കാം. മാസ്ലോ ഈ 5 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ സ്റ്റേജിൽ കൂടെയും കടന്നു പോകാൻ പറ്റില്ല. നമ്മൾക്കറിയാം, നമ്മൾ ബേസിക് നീഡ്സ് പോലും കിട്ടാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടെന്ന് നമുക്കറിയാലോ. ഇതാണ് മാസ്ലോ ഓഫ് ഹയറാർക്കി ഓഫ് നീഡ്സിൻ്റെ 5 കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് പൊതുവേ നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനും അല്ലാണ്ട് നമ്മൾ BCom എക്സാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഈ മാസ്ലോ ഹയറാർക്കി ഓഫ് നീഡ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.